ജോസ് കെ മാണിയെ കൈവിട്ട് പാർട്ടി നേതാക്കൾ. ജോസ് കെ മാണിയെ നേരത്തെ തന്നെ തോമസ് ചാഴിക്കാടൻ കൈവിട്ടതാണ്. കോട്ടയത്ത് വലിയ പരാജയം ഏറ്റുവാങ്ങിയ തോമസ് ചാഴിക്കാടൻ കേരള കോൺഗ്രസ് എമ്മിലെ സജീവ പ്രവർത്തനം ഉപേക്ഷിച്ച മട്ടായിരുന്നു. അതിനുശേഷം ഇപ്പോഴിതാ സിറ്റിംഗ് MLA-മാരായ ജോബ് മൈക്കിളും റോഷി അഗസ്റ്റിനുമൊക്കെ വലിയ തോതിൽ കേരള കോൺഗ്രസ് എമ്മിൽ നിന്നും വിട്ടുനിൽക്കാൻ വേണ്ടിയുള്ള തീരുമാനത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോവുകയാണ്. റോഷി അഗസ്റ്റിൻ നിലവിൽ കേരള കോൺഗ്രസ് എമ്മിൻ്റെ നിയമസഭയിലെ കക്ഷി നേതാവ് കൂടിയാണ്. എന്നിട്ടും അദ്ദേഹം കൃത്യമായി UDF ചേരിയിലേക്ക് പോവേണ്ടതിൻ്റെ ആവശ്യകത കൃത്യമായി പാർട്ടിയുടെ സ്റ്റിയറിംഗ് കമ്മിറ്റിയിൽ പറഞ്ഞിരുന്നു. അത് എല്ലാ തരത്തിലും അംഗീകരിക്കാൻ UDF നേതൃത്വം തയ്യാറാകാത്തത് കൊണ്ട് തന്നെ ഇനി എന്ത് ചെയ്യും എന്ന അവസ്ഥയിൽ തന്നെ അന്തം വിട്ടിരിക്കുകയാണ്. ജോസ് കെ മാണി UDFിലേക്ക് തിരിച്ചെത്തിയാലും പാലാ സീറ്റ് നൽകില്ല എന്ന് UDFുകാർ കണിശമായി തന്നെ പറഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ്. എന്നാൽ UDFിൽ എടുക്കുന്ന കാര്യം ഒന്നുകൂടി ആലോചിക്കും എന്ന തീരുമാനത്തിലാണ്. ജോസ് കെ മാണിയെ തിരികെ കൊണ്ടുവരുന്നത് ആത്മഹത്യാപരമായിരിക്കുമെന്ന് UDFിലെ നേതാക്കളിൽ പലരും പറയുന്നുമുണ്ട്. അതുകൊണ്ട് തന്നെ പാർട്ടി പിളരാനാണ് സാധ്യത. കേരള കോൺഗ്രസ് എം 4 കഷ്ണമായി പിളരാനുള്ള എല്ലാ സാധ്യതയും നിലനിൽക്കുന്നുണ്ട്. കൃത്യമായി അതിന് അടിവരയിടുന്ന നീക്കങ്ങൾ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. ജോസ് കെ മാണി അടക്കം അദ്ദേഹത്തിൻ്റെ പാർട്ടിയിലെ വിശ്വസ്തരായ കുറച്ച് നേതാക്കളിൽ ഇപ്പോൾ റോഷി അഗസ്റ്റിൻ പെടുന്നില്ല എന്നാണ് പൊതുവെയുള്ള ചർച്ച. ജോബ് മൈക്കിൾ ആണെങ്കിൽ UDFിലേക്ക് പോകാൻ വേണ്ടി ഇപ്പം തന്നെ റെഡിയായി നിൽക്കുകയാണ്. ചങ്ങനാശ്ശേരി MLA കൂടിയാണ് ജോബ് മൈക്കിൾ. N ജയരാജ്, അതായത് കാഞ്ഞിരപ്പള്ളി MLA, കൃത്യമായും ജോസഫ് ഗ്രൂപ്പുമായി ഒത്തുപോകാൻ വേണ്ടിയുള്ള നീക്കം തുടങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്. ചുരുക്കി പറഞ്ഞാൽ ജോസ് കെ മാണി ഇപ്പോൾ എയറിലാണ്. രാജ്യസഭാ MP സ്ഥാനം ഇനി അധിക നാൾ വെച്ച് സുഖിക്കാൻ കഴിയില്ല. എല്ലാ തരത്തിലും പിതാവിൻ്റെ ആനുകൂല്യം കൈപ്പറ്റി സുഖലോലിപമായി രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയെന്നല്ലാതെ സ്വന്തമായി വിയർത്ത് പാർട്ടി ഉണ്ടാക്കാൻ ഒരു പെടാപ്പാടും പിടിയേണ്ടി വന്നിട്ടില്ല ജോസ് കെ മാണിക്ക്. അതുകൊണ്ട് തന്നെയാണ് ജോസ് കെ മാണിയെ പാലായിലെ ജനങ്ങൾ തിരസ്കരിച്ചത്. പാലായിൽ മാണി സി കാപ്പൻ കഴിഞ്ഞ തവണ 15,000-ൽ പരം വോട്ടുകളുടെ മൃഗീയ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു. ഇനി ജോസ് കെ മാണി അവിടെ മത്സരിക്കാൻ പോലും ധൈര്യപ്പെടില്ല. ഇനി അവിടെ മത്സരിച്ചാൽ ഭൂരിപക്ഷം മാണി സി കാപ്പൻ്റേത് റെക്കോർഡിലേക്ക് കുതിക്കും എന്ന് എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ മിണ്ടാതെ അടങ്ങിയൊതുങ്ങി ഇരിക്കുന്നത്. എന്നാൽ ജോസ് കെ മാണിക്ക് ആ സീറ്റ് വേറെ ആരെങ്കിലും കൊണ്ട് പിടിച്ചെടുക്കണമെന്ന് അതിയായ ആഗ്രഹമുണ്ട്. അതിന് നടക്കത്തില്ല താനും. ഇനി BJPയിലേക്കല്ലാതെ മറ്റ് പോംവഴിയില്ല എന്ന രീതിയിൽ പാർട്ടി നേതാക്കൾ പറയുന്നതായി സൂചനയുണ്ട്. എന്നാൽ UDFിലേക്കല്ലാതെ BJPയിലേക്ക് പോയാൽ കേരളത്തിൽ എങ്ങനെ അധികാരത്തിൽ വരും എന്ന വലിയ ചോദ്യമുണ്ട്. കേന്ദ്രത്തിലാണെങ്കിൽ ജോസ് കെ മാണിയെ അടുപ്പിക്കാൻ സാധ്യത കുറവുമാണ്.